അമേരിക്കയിലെ ചിക്കാഗോയുടെ 40 കിലോമീറ്റർ അകലെ സൗത്ത് ഭാഗത്തായി ഒരു നദിയുണ്ട്. പക്ഷേ ഈ നദിയിൽ കുറച്ച് ബാക്ടീരിയകളും പ്രാണികളുമല്ലാതെ മറ്റു മത്സ്യങ്ങളോ ജലജീവികളോ ഒന്നുമില്ല. അതിനുള്ള കാരണം ഈ വെള്ളത്തിൽ മുഴുവൻ ഇലക്ട്രിക് ഷോക്കുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ നദിയുടെ ഏറ്റവും ആഴത്തിൽ കുറച്ച് ഇലക്ട്രിക് ഗ്രിഡുകളുണ്ട്. ഈ ഇലക്ട്രിക് ഗ്രിഡുകൾ ഓരോ 2.5 മില്ലി സെക്കൻഡിലും 2.3 വോൾട്ട് വൈദ്യുതിയാണ് പുറത്തേക്ക് വിടുന്നത്. അതിനാൽ തന്നെ ഈ നദിയിലേക്ക് ആരെങ്കിലും വീണു കഴിഞ്ഞാൽ പോലും അവരെ രക്ഷപ്പെടുത്താൻ പെട്ടെന്നാരും പോകില്ല. അത്രത്തോളം അപകടം നിറഞ്ഞ ഒരു നദിയാണിത്. എന്നാലും ഒരു നദിയിൽ ഇത്രത്തോളം വൈദ്യുതി എങ്ങനെയാണ് എത്തുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. സത്യത്തിൽ ഇതിനു പിന്നിൽ അമേരിക്കൻ ഗവൺമെൻറ് തന്നെയാണ്. ഇനി അവർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും എന്താണ് ഇതിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നതെന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സമീപകാലങ്ങളിൽ അമേരിക്കൻ നദികൾ, പ്രത്യേകിച്ച് ചിക്കാഗോ ഡ്രെയിനേജ് കനാലുകൾ പോലെയുള്ള കനാലുകളിൽ കാണപ്പെടുന്ന വളരെ അപകടകാരികളായ മത്സ്യങ്ങളാണ് ഏഷ്യൻ കാർപ്സ് എന്ന മത്സ്യങ്ങൾ. എന്നാൽ അമേരിക്കൻ ഗവൺമെൻറ്റിന് ഈ മത്സ്യങ്ങൾ ഗ്രേറ്റ് ലേക്സ് എന്നറിയപ്പെടുന്ന, അതായത് US-നും കാനഡയ്ക്കും ഇടയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ 5 ശുദ്ധജല തടാകങ്ങളിലേക്ക് ഈ മത്സ്യങ്ങൾ എത്തുന്നത് തടയണമായിരുന്നു. ഈ ഗ്രേറ്റ് ലേക്കുകളിലാണ് ഭൂമിയിലെ 21% ശുദ്ധജലവുമുള്ളത്. മുൻപേ സൂചിപ്പിച്ച ഏഷ്യൻ കാർപ്പുകൾ കാരണത്താൽ ഈ നദികളും അതിലെ ജലജീവികളും വലിയ ഭീഷണി നേരിട്ടിരുന്നു. സത്യത്തിൽ ഈ ഏഷ്യൻ കാർപ്പുകൾ ആ നദിയിൽ ജീവിച്ചിരുന്ന മറ്റു ജലജീവികളെ അമിതമായി ഭക്ഷണമാക്കിയിരുന്നു. അതിനാൽ തന്നെ അവിടെ ആദ്യമേ ഉണ്ടായിരുന്ന പ്രാദേശിക മത്സ്യങ്ങളുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞിരുന്നു. ഇതിനു പുറമെ പ്ലാങ്ക്ടൺ എന്ന ജലജീവികളെയും ഇവകൾ ഒരുപാട് ഭക്ഷണമാക്കിയത് കാരണത്താൽ അവിടെയുള്ള പ്രാദേശിക മത്സ്യങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. കൂടാതെ ഈ ഏഷ്യൻ കാർപ്പുകൾ പുതുതായി ഓരോ നദികളിലേക്ക് ചേക്കേറുകയും അവിടെയുള്ള മറ്റു മത്സ്യങ്ങളെയും ജലജീവികളെയും മുഴുവനായി ഭക്ഷണമാക്കുകയും ചെയ്യും. ഇതിനെല്ലാം പുറമെ ഈ മത്സ്യങ്ങൾ ചില സമയങ്ങളിൽ വെള്ളത്തിൽ നിന്നും ഉയർന്നു ചാടി ബോട്ടുകളിൽ പോകുന്ന ആളുകളുടെ മുഖത്തും ദേഹത്തും വന്നിടിക്കുകയും അത് ആളുകൾക്ക് പരിക്കുകൾ ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. അതിനാൽ തന്നെ ഗവേഷകർ ഈ ഏഷ്യൻ കാർപ്പുകളെ എത്രയും പെട്ടെന്ന് ഗ്രേറ്റ് ലേക്കുകളിൽ എത്തുന്നത് തടഞ്ഞില്ലെങ്കിൽ അത് ആ തടാകങ്ങളിലെ മുഴുവൻ എക്കോസിസ്റ്റത്തെയും താറുമാറാക്കുമെന്ന് കണ്ടെത്തുകയായിരുന്നു. അതിനായി അമേരിക്കൻ ഗവൺമെൻറ്റും ഗവേഷകരും കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു ഇലക്ട്രിക് ബാരിയേഴ്സ്. ഏഷ്യൻ കാർപ്സ് മത്സ്യങ്ങൾ ഗ്രേറ്റ് ലേക്സിലേക്ക് പ്രവേശിക്കുന്ന ചിക്കാഗോ ഡ്രെയിനേജ് കനാലിൽ ഇലക്ട്രിക് ഷോക്ക് പ്രവഹിക്കുന്ന ബാരിയറുകൾ സെറ്റ് ചെയ്യുക എന്നതായിരുന്നു ഈ പ്ലാൻ. ഈ ഇലക്ട്രിക് ബാരിയറുകൾക്ക് 157 അടി വീതിയായിരുന്നു ഉണ്ടായിരുന്നത്. കൂടാതെ ഓരോ 2.5 മില്ലി സെക്കൻഡ്സിലും 2.3 വോൾട്ട്സ് വൈദ്യുതിയാണ് ഇതിൽ നിന്നും പുറത്തേക്ക് വരിക. പക്ഷേ ഈ ബാരിയറുകൾ കനാൽ മുഴുവനായും കവർ ചെയ്യുന്നതല്ലായിരുന്നു. പകരം കനാലിൻ്റെ സെലക്റ്റീവായിട്ടുള്ള ചില സ്ഥലങ്ങളിലെ 700ഓളം മീറ്ററിലായിരുന്നു ഈ ഇലക്ട്രിക് ബാരിയറുകൾ സ്ഥാപിച്ചിരുന്നത്. കൂടാതെ ഈ ബാരിയറുകളെ കൺട്രോൾ ചെയ്യാനായി പ്രത്യേക കൺട്രോൾ റൂമും ചിക്കാഗോ ഡ്രെയിനേജ് കനാലിനടുത്തുണ്ടായിരുന്നു. അതിനാൽ തന്നെ സുരക്ഷാ കാരണങ്ങളാൽ ഇവിടേക്ക് സാധാരണക്കാർക്കാർക്കും പ്രവേശനവുമില്ലായിരുന്നു. മുൻപേ പറഞ്ഞതുപോലെ കനാലിൻ്റെ 3 പ്രധാന ഭാഗത്തായാണ് ഈ ബാരിയറുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവയിൽ പൂർണ്ണ സമയവും കറണ്ടുമുണ്ടാകും. സത്യത്തിൽ ഈ ബാരിയറുകളുടെ അടുത്തേക്കെത്തുന്ന മത്സ്യങ്ങളെ, പ്രത്യേകിച്ച് ഏഷ്യൻ കാർപ്പുകളെ കൊല്ലുന്നതിന് പകരം ഈ ഇലക്ട്രിസിറ്റി കാരണം അവകൾ തിരികെ മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇനി കുറച്ചധികം സമയം ഈ സോണിൽ തന്നെ തുടർന്നാൽ ഇലക്ട്രിക് ഷോക്ക് കാരണം അവകൾ ചാവുകയും ചെയ്തേക്കാം. ഇനി ഈ ഇലക്ട്രിക് ബാരിയറുകൾ ഉള്ള ഭാഗത്ത് മനുഷ്യർ വീണു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവ ടേൺ ഓഫ് ചെയ്തില്ലെങ്കിൽ അത് കനാലിൽ വീണ മനുഷ്യൻ്റെ മസിലുകളുടെയും ഹൃദയത്തിൻ്റെയും പ്രവർത്തനത്തെ വരെ ബാധിച്ചേക്കാം. അതിനാൽ തന്നെ ഈ കനാലിന് ചുറ്റുമായി വലിയ വേലികളും സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ 2002 ഈ ഇലക്ട്രിക് ബാരിയേഴ്സിൻ്റെ പ്രവർത്തനം ആദ്യമായി ആരംഭിക്കുന്നത്. കൂടാതെ ഇതേ ഓപ്പറേഷൻ്റെ സെക്കൻഡ് സ്റ്റേജ് 2009 നടപ്പിലാക്കിയത്. തേർഡ് സ്റ്റേജ് 2011 ആരംഭിച്ച് ഇപ്പോഴും തുടരുന്നു. പക്ഷേ രണ്ടാമത്തെ സ്റ്റേജായിരുന്നു ഈ ഓപ്പറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. കാരണം 2002 പ്രവർത്തനം ആരംഭിച്ച ഈ ഇലക്ട്രിക് ബാരിയർ ഓപ്പറേഷൻ കാരണം ഏഷ്യൻ കാർപ്പ് മത്സ്യങ്ങൾ ഇപ്പോഴും ചിക്കാഗോ ഡ്രെയിനേജ് കനാൽ വഴി ഗ്രേറ്റ് ലേക്സിൽ എത്തുന്നില്ല എന്ന് ഗവേഷകർക്ക് ഉറപ്പുവരുത്തണമായിരുന്നു. അതിനുവേണ്ടി ചിക്കാഗോ ഡ്രെയിനേജ് കനാലിലെ മുഴുവൻ മീനുകളെയും കൊന്ന് അതിൽ ഏഷ്യൻ കാർപ്പുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഗവൺമെൻറ്റും ഗവേഷകരും തീരുമാനിച്ചത്.
2009 ഡിസംബർ 3 ഗവേഷകർ അത് പരീക്ഷിച്ചത്. അന്ന് യഥാർത്ഥത്തിൽ ചിക്കാഗോ ഡ്രെയിനേജ് കനാൽ എന്നറിയപ്പെടുന്ന ചിക്കാഗോ സാനിറ്ററി ആൻഡ് ഷിപ്പ് കനാൽ ഒരു ക്രൈം സീൻ പോലെയായിരുന്നു കാണപ്പെട്ടിരുന്നത്. ആ നദിക്ക് ചുറ്റും പോലീസുകാർ യെല്ലോ ടാപ്പുകൾ കൊണ്ട് കവർ ചെയ്തിരുന്നു. അതിനുശേഷം നദിയിലേക്ക് ഇലക്ട്രിസിറ്റി നൽകി നദിയിലുണ്ടായിരുന്ന മീനുകളെ മുഴുവൻ കൊല്ലുകയായിരുന്നു. ഇലക്ട്രിസിറ്റി നൽകാൻ തുടങ്ങിയതിന് ശേഷം ഓരോ മീനുകളായി നദിക്ക് മുകളിലേക്ക് ചത്തുപൊങ്ങാൻ തുടങ്ങി. അത്തരത്തിൽ 1000ഓളം മത്സ്യങ്ങളാണ് ആ നദിയിൽ അന്ന് ചത്തുപൊങ്ങിയത്. തുടർന്ന് ആളുകൾ ആ മീനുകളെ കരയ്ക്കെത്തിക്കാൻ തുടങ്ങി. ആ ചത്ത മീനുകളുടെ ഭാരം ഏകദേശം 55,000 പൗണ്ടോളമായിരുന്നു. അതായത് 2500ഓളം കിലോഗ്രാം. 5.6 മൈൽ നീളത്തിലുള്ള ആ കനാലിൽ ഒരു മത്സ്യം പോലും ജീവനോടെ ഇല്ലായിരുന്നു. ഇത്തരത്തിലുള്ള ഈ ഇലക്ട്രിക് ഷോക്ക് ഓപ്പറേഷന് $3 മില്യൺ അഥവാ 25 കോടിയോളം ഇന്ത്യൻ രൂപയായിരുന്നു ചിലവായിരുന്നത്. പക്ഷേ ഈ ഓപ്പറേഷനിൽ ഗവേഷകർക്ക് ഈ കനാലിലെ വെള്ളത്തിൽ നിന്നും ഏഷ്യൻ കാർപ്സിന്റെ DNA ലഭിച്ചിരുന്നു. അതായത് അവിടെ വീണ്ടും ഏഷ്യൻ കാർപ്സിന്റെ സാന്നിധ്യമുണ്ടായിരുന്നത്രേ. അതിനാൽ തന്നെ 6 മാസങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഇത്തരത്തിൽ മാസ് ഫിഷ് കിൽ ഓപ്പറേഷൻ നടത്തുകയും അതിൽ 10 ലക്ഷം പൗണ്ട്സ് അഥവാ 4500ഓളം കിൻഡൽ മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത്. 40ഓളം ഡിഫറൻറ്റ് സ്പീഷീസുകളിൽ നിന്നുള്ള മത്സ്യങ്ങളായിരുന്നു അത് മുഴുവനും. പക്ഷേ ലക്ഷക്കണക്കിന് മീനുകളെ കൊന്നൊടുക്കിയിട്ടും അവർക്ക് ആകെ ഒരു ഏഷ്യൻ കാർപ്പ് മത്സ്യത്തെയാണ് ലഭിച്ചത്. സത്യത്തിൽ അതൊരു പരാജയവും കൂടെ വിജയവും കൂടെയായിരുന്നു. കാരണം ഏഷ്യൻ കാർപ്പുകൾ കനാലിൽ ഇല്ലെന്ന് ഗവേഷകർ അതിലൂടെ മനസ്സിലാക്കി. എന്നാൽ അതേസമയം ഒരുപാട് ഏഷ്യൻ കാർപ്പുകളെ കണ്ടെത്താം എന്ന് കരുതി നടത്തിയ പരീക്ഷണം ലക്ഷക്കണക്കിന് മത്സ്യങ്ങളുടെ നാശത്തിലാണ് ചെന്ന് അവസാനിച്ചത്. അതുകൂടാതെ ഏഷ്യൻ കാർപ്പുകൾ ഇത്തരത്തിലുള്ള ഷോക്ക് വേവുകളിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടോ എന്നും ഗവേഷകർക്ക് ഉറപ്പില്ലായിരുന്നു. കാരണം 3 ദിവസം നീണ്ട പരീക്ഷണത്തിലാണ് അവർക്ക് ആകെ കിട്ടിയ ആ ഒരു ഏഷ്യൻ കാർപ്പ് ചത്തുപൊങ്ങിയത്. അതിനാൽ തന്നെ ഇവകളെ ഇല്ലാതാക്കാൻ ഈ ഇലക്ട്രിക് ബാരിയറുകൾ പൂർണ്ണമായും സഹായകമല്ലെന്ന് അമേരിക്ക മനസ്സിലാക്കുകയായിരുന്നു. പക്ഷേ ഇതൊരു പരാജയമല്ല എന്നുള്ളതാണ് സത്യം. കാരണം 10 വർഷങ്ങൾക്കിടയിൽ ആകെ 2 ഏഷ്യൻ കാർപ്പുകളെയാണ് അമേരിക്ക കണ്ടെത്തിയത്. ആ 2 എണ്ണവും ഒരുപക്ഷെ ഇലക്ട്രിക് ബാരിയറുകൾക്ക് എന്തെങ്കിലും തകരാർ സംഭവിച്ച സമയത്തോ മറ്റോ ആയിരിക്കണം കനാലിലേക്ക് പ്രവേശിച്ചത് എന്നാണ് ഗവേഷകർ കരുതുന്നത്. അതിനാൽ തന്നെ ഈ ഇലക്ട്രിക് ബാരിയറുകൾ കൂടുതൽ സ്ട്രോങ് ആക്കിയാൽ ഇവകളെ പൂർണ്ണമായി തടയാമെന്ന് മനസ്സിലാക്കിയ ഗവൺമെൻറ് ഈ അടുത്തായി $1.2 ബില്യൺ അഥവാ 10,000 കോടി ഇന്ത്യൻ രൂപയോളമാണ് ചിലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയിൽ ബബിൾസ്, ലൗഡ് സൗണ്ട്സ്, സ്ട്രോങ് വാട്ടർ ഫ്ലോസ് തുടങ്ങിയ മെത്തേഡുകളും യൂസ് ചെയ്യുന്നുണ്ട്. അതേസമയം കെൻറ്റുക്കിയിലെ ചില ശാസ്ത്രജ്ഞർ ഇലക്ട്രിക് ഫിഷിങ്ങും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മിസിസിപ്പി റിവർ പോലെയുള്ള നദികൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്. ഇവിടെ ഏഷ്യൻ കാർപ്പുകൾ സാധാരണമാണ്. അതിനാൽ തന്നെ ഇവിടെ ഏഷ്യൻ കാർപ്പുകളെ കൊണ്ടുള്ള ശല്യവും കൂടുതലാണ്. അതിനാൽ തന്നെ ഇവർ വെള്ളത്തിൽ ഷോക്ക് ഏൽപ്പിക്കുകയും ആ സമയം വെള്ളത്തിന് മുകളിലേക്ക് ചാടുന്ന ഏഷ്യൻ കാർപ്പുകളെ നിരീക്ഷിച്ച് പഠനങ്ങൾ നടത്തുന്നുമുണ്ട്. സത്യത്തിൽ 1960ലും 1970കളിലുമായി കുളങ്ങളും മറ്റും വൃത്തിയാക്കാൻ വേണ്ടി അമേരിക്കക്കാർ തന്നെയാണ് ഈ ഏഷ്യൻ കാർപ്പുകളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. എന്നാൽ അവകൾ അവിടെ നിന്നും നദികളിലേക്കും മറ്റും എത്തുകയും അവിടെ വെച്ച് വളരെ പെട്ടെന്ന് പെറ്റ് പെരുകുകയുമായിരുന്നു. കൂടാതെ ഈ ഏഷ്യൻ കാർപ്പുകൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഓസ്ട്രേലിയയിലും നിലവിലുണ്ട്. പക്ഷേ അവർ മറ്റൊരു മാർഗം ഉപയോഗിക്കാനാണ് തീരുമാനിച്ചത്. അതായത് അവർ ഹെർപ്പസ് വൈറസുകളെ ഉപയോഗിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. $115 മില്യൺ അഥവാ 600 കോടിയിലധികം ഇന്ത്യൻ രൂപയാണ് ഇതിനു വേണ്ടി ഓസ്ട്രേലിയ ചിലവാക്കുന്നത്. ഈ വൈറസ് ഏഷ്യൻ കാർപ്പുകളെ ഇല്ലാതാക്കുകയും അതേസമയം അവിടെയുള്ള പ്രാദേശിക മത്സ്യങ്ങൾക്ക് ഇത് ബാധിക്കാതെ അവകൾ സേഫ് ആവുകയും ചെയ്യുമെന്നാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് കരുതുന്നത്. എങ്കിലും 100% വിജയകരമായിട്ടുള്ള പദ്ധതികളൊന്നും ഇതുവരെ അമേരിക്കക്കോ ഓസ്ട്രേലിയക്കോ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കൂടാതെ ചില ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഏഷ്യൻ കാർപ്പുകളെ ഏഷ്യക്കാർ ഭക്ഷണമാക്കുന്നത് പോലെ അമേരിക്കക്കാരും ഭക്ഷണമാക്കാൻ തുടങ്ങിയാൽ ഇവകളുടെ എണ്ണം ഒരു പരിധിവരെ കുറക്കാമത്രേ. അമേരിക്കക്കാർ ഇവകളെ അങ്ങനെ ഭക്ഷണമാക്കാറില്ല. ഇങ്ങനെയൊക്കെ ഇലക്ട്രിക് ബാരിയറുകളുടെ പ്രവർത്തനം ഉണ്ടെങ്കിലും ഇതിലൂടെ ബോട്ടുകളും കപ്പലുകളും കടന്നു പോകാറുണ്ട് എന്നതാണ് സത്യം. ഏതായാലും കോടിക്കണക്കിന് ഡോളർ മുടക്കി പരീക്ഷിക്കാൻ പോകുന്ന പദ്ധതികളിൽ ഏഷ്യൻ കാർപ്പുകളെ ഗ്രേറ്റ് ലേക്സിൽ നിന്നും പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന് കണ്ടറിയണം. ഏതായാലും ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.